മാന്യ പ്രേക്ഷകർക്ക് സ്നേഹാവന്ദനം. ഇന്നലെ 29/5/2022 ഞായറാഴ്ച രാത്രി 9 മുതൽ 9:40 വരെ നടന്ന മീഡിയ വണ്ണിലെ ചാനൽ ചർച്ചയിൽ എന്നോടൊപ്പം തൃശൂർ രൂപതയുടെ മെത്രാനായിരിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പോലിത്ത പ്രിയപ്പെട്ട യൂഹന്നാൻ മാർ മിലാത്യോസും പ്രിയപ്പെട്ട ഷൈജു ആന്റണി സാറും അഡ്വക്കേറ്റ് സാബു സാറും ഉണ്ടായിരുന്നു. അജിംസ് ആയിരുന്നു ആ ചർച്ച നയിച്ചത്. വിഷയം PC ജോർജ് ക്രൈസ്തവരുടെ നായകനോ എന്നുള്ളതായിരുന്നു. ആ വിഷയം എടുക്കുവാൻ പ്രത്യേക കാരണം അജിംസ് തൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ പങ്കുവെക്കുകയുണ്ടായി. മിലാത്യോസ് എന്ന് പറയുന്ന ഓർത്തഡോക്സ് സഭയിലെ തൃശൂർ ഭദ്രാസനാധിപൻ അതിനു മുമ്പ് നടത്തിയതായിട്ടുള്ള വാർത്താ മാധ്യമ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ശ്രീ PC ജോർജ് ആരുടെയും വാക്താവാകേണ്ട, ക്രൈസ്തവരുടെ കാര്യങ്ങൾ നോക്കുവാനും അഭിപ്രായങ്ങൾ പറയുവാനും PC ജോർജിന് അവകാശമില്ല എന്നുള്ളത്. അതിൻ്റെ വെളിച്ചത്തിലാണ് അംജീസ് ആ ചർച്ച കൊണ്ടുവന്നത്. അംജീസ് ആരംഭിച്ചപ്പോൾ തന്നെ മറ്റൊരു വാർത്ത കൂടെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. അതിങ്ങനെയാണ്: ഓർത്തഡോക്സ് സഭയുടെ വാക്താവ് ഈ മിലാത്യോസ് മെത്രാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് യൂഹന്നാൻമാർ മിലാത്യോസ് നടത്തിയ വാർത്താ സമ്മേളനം സഭയുടെ അറിവോടോ അനുവാദത്തോടോ ഔദ്യോഗികമായ യാതൊരു ശുപാർശയുള്ളതോ അല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയും മാത്രമല്ല അംജീസ് മറ്റൊരു മെത്രാന്റെ ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് RSSുമായി ക്രൈസ്തവ സഭ സംയുക്തമായി സഹകരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വാർത്ത കേൾപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മിലാത്യോസ് ബിഷപ്പിന് മറുപടി പറയാനായിട്ട് ഏറെ വിഷമിക്കേണ്ടി വന്നു. എങ്കിലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഞാനിവിടെ ഇരിക്കുന്നത് സഭയുടെ വാക്താവായിട്ടോ അല്ലെങ്കിൽ ഭദ്രാസനത്തിൻ്റെ ഒരു വാക്താവായിട്ടോ അല്ല, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള പൂർണ്ണ അധികാരം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങളെക്കുറിച്ച് ഇന്നലെ നടത്തിയ പത്രസമ്മേളനവും നടത്തിയ ചർച്ചകളും ആ വിധത്തിൽ മാത്രം നാം കണ്ടാൽ മതി, ആ പരിഗണനയിൽ മാത്രം അതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഷൈജു ആന്റണി എനിക്ക് തന്ന ഉപദേശവും ഞാൻ ചർച്ചാമധ്യേ PC ജോർജ് സാറിനെ സാറേ എന്ന് വിളിച്ചതിന് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സാബുവിനുണ്ടായ കോപവും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സാബു പറയുകയുണ്ടായി, മലയിലുള്ള ചട്ടമ്പിമാരെ ആരെങ്കിലും ബഹുമാനിക്കുമോ എന്ന്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ്, താങ്കൾ ഏത് സമുദായത്തിൽപ്പെട്ടവനായിരുന്നാലും ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഞങ്ങളൊക്കെ വേദപാഠം പഠിക്കുന്ന സമയം മുതൽ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്: മറ്റുള്ളവരെ ആദരിക്കാൻ, മുതിർന്നവരെ ആദരിക്കാൻ, മാത്രവുമല്ല മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ കരുതുവാൻ. താങ്കൾക്ക് അതിനൊന്നും നേരം കിട്ടിക്കാണുകയില്ല. കാരണം താങ്കൾക്ക് തന്നെ അറിയാമല്ലോ, കേസും വഴക്കുമായിട്ടൊക്കെ നടക്കുന്നത് കൊണ്ടും സഭയുടെ കേസുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടി കൊണ്ടും വേദപാഠം എന്താണെന്നോ ദൈവവചനം എന്താണെന്നോ താങ്കൾക്ക് മനസ്സിലായി കാണുകയില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നതനുസരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാനും ആദരിക്കാനും മറ്റുള്ളവരെ കൈത്താങ്ങാനും ഒരുമിച്ച് നിർത്തുവാനുമായിട്ടാണ് ക്രിസ്തീയ സഭ തന്നെ നിലനിൽക്കുന്നത്. താങ്കൾ പറയുകയുണ്ടായി, ക്രിസ്തീയ സഭ നേതൃത്വ നിരയൊക്കെ ഓടി ഒളിക്കുകയാണ്. എങ്ങും ഓടി ഒളിക്കുന്നില്ല. ഭാരതത്തിലും ലോകത്തിലെല്ലായിടത്തും ഏറ്റവും ന്യൂക്കൻ കോർണറിൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളിലേക്കൊക്കെ ക്രൈസ്തവ സന്യസ്തരും പട്ടക്കാരും കടന്നു ചെന്ന് ആർക്കും വേണ്ടാത്തവരെ കണ്ടെത്തി അവരെ മനുഷ്യരാക്കിക്കൊണ്ട് മാനവികതയുടെ ആ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയിലാണ് ഞങ്ങളൊക്കെ ആയിരിക്കുന്നത്. അത് താങ്കൾക്ക് മനസ്സിലാകണമെങ്കിൽ താങ്കളുടെ കണ്ണുകൾ തുറക്കപ്പെടണം, ആത്മീക നേത്രങ്ങൾ തുറക്കപ്പെട്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഏറ്റവും മഹാഭാഗ്യവാനാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? മദർ തെരേസയോടുകൂടി ആയിരുന്നു എൻ്റെ വൈദിക വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സമയങ്ങളിൽ. പ്രത്യേക പ്രാക്ടിക്കൽ വർക്കിന് വേണ്ടി അയച്ചപ്പോൾ മദർ തെരേസയുടെ ശുശ്രൂഷയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയവനാണ് ഞാൻ. അന്ന് ആർക്കും വേണ്ടാതെ വഴിയോരങ്ങൾ കിടക്കുകയും ചലമൊലിച്ചും ശരീരത്തിൽ വ്രണങ്ങൾ നിറഞ്ഞും
കാക്ക കുത്തിപ്പറിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകളെ പോയി കണ്ടെത്തി അവരെ താങ്ങിയെടുത്ത് സ്വന്തം പോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവർക്ക് ബഹുമാന പുരസ്കാരം വേണ്ടുന്ന ആതുര സേവനം ചെയ്യുകയും ചെയ്ത മദർ തെരേസയും സിസ്റ്റേഴ്സും സന്യസ്തരും അവരോട് ചേർന്ന് അതേപോലത്തെ ശുശ്രൂഷകൾ പങ്കെടുത്തുള്ളവരാണ്. സ്കാവഞ്ചേഴ്സിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഗോത്രവർഗ്ഗക്കാർ കാടുകളിലൊക്കെ കിടക്കുന്ന ആളുകളുടെ തോളിൽ കൈയിട്ട് അവരെ സഹോദരങ്ങളെ പോലെ ആദരിക്കാൻ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ, ഞങ്ങളുടെ വാക്കുകളിലൊക്കെ അതിൻ്റെ ധ്വനി ഉണ്ടാകും. ഞങ്ങൾ ആ വിധത്തിലെ ശീലിച്ചിട്ടുള്ളൂ. ഇനിയും മറ്റുള്ളവരെ ശീലിപ്പിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. താങ്കൾക്ക് അതിന് സാധിക്കുകയില്ലെന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമത്, ഈ പറഞ്ഞ PC ജോർജ് സാറ്, അദ്ദേഹം കവലച്ചട്ടമ്പിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലെ പല പ്രാവശ്യം MLA ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം നിയമസഭയിൽ ചീഫ് വിപ്പായിരുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയുകയുള്ളൂ. മാത്രമല്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ ആദർശങ്ങളോടോ അദ്ദേഹത്തിൻ്റെ വാഗ്ദാരികളോടോ ഒന്നും തന്നെ യാതൊരു പ്രതിബദ്ധതയുമില്ല. അതിലെ പലതിനും ഞാൻ തിരസ്കരിക്കുകയും ചെയ്യുന്നവനാണ്. എങ്കിലും അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ സമയം മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ചില വിത്തുകളുണ്ട്. മാത്രവുമല്ല, മറ്റുള്ളവരെ അംഗീകരിക്കാൻ മനസ്സുള്ള ഒരു മനസ്സും കൂടെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ മതവിദ്വേഷ കാര്യങ്ങൾ അത് കോടതി നിശ്ചയിക്കട്ടെ. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആശങ്കകളെക്കുറിച്ച് സംസാരിക്കാനുള്ള വൈമുഖ്യം കൊണ്ടാണ്, അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ആശങ്കകളെ ചർച്ച ചെയ്യാനുള്ള ഭയം കൊണ്ടാണ് നിങ്ങളൊക്കെ പ്രതിരോധം തീർക്കുന്നത്. അവിടെയാണ് നമുക്ക് കുറച്ചും കൂടെ ആഴമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇനി ഞാൻ പ്രിയപ്പെട്ട ഷൈജു ആന്റണിയിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട ഷൈജു ആന്റണി സാറ് പറഞ്ഞു, അച്ഛൻ വിചാരധാര കൂടെ വായിക്കണം. പ്രിയ ഷൈജു, താങ്കൾ അതിൻ്റെ പേര് കേൾക്കുന്ന സമയത്തൊരു പക്ഷെങ്കിൽ ഞാൻ ആ പുസ്തകം വായിച്ച് തീർത്തിരുന്നിരുന്ന കാലഘട്ടമായിരിക്കാം. ഞങ്ങളുടെയൊക്കെ വൈദിക വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് പല മതങ്ങളെക്കുറിച്ചും, എല്ലാ മതങ്ങളെക്കുറിച്ചും, പലതല്ല എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കാനുണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഭാരതത്തിലെ ദാർശനികന്മാരായിട്ടുള്ള ആളുകൾ എഴുതിയിരുന്ന ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരധാര ഞങ്ങളുടെ പാഠ്യഭാഗത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 151 പേജ് മുതൽ 164 പേജ് വരെയുള്ള ഭാഗം, ക്രൈസ്തവർക്കെതിരെ പറഞ്ഞിരിക്കുന്ന ബഞ്ച് ഓഫ് തോട്ടിലുള്ള ആ ഭാഗം ക്രൈസ്തവർക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് അവരുടെ നേതൃത്വ നിരയിലുള്ള ആളുകളുമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്ത സമയത്ത് തന്നെ അവർ തന്നെ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമുണ്ട്. അപ്പം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഷൈജു ആന്റണി, താങ്കൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത് സ്വന്തക്കാരുമായിട്ട് എപ്പോഴും കച്ചറ ഉണ്ടാക്കാനും അവരെ ചീത്ത വർത്തമാനം പറയാനും അതൊക്കെ മാധ്യമങ്ങൾ കാണിച്ചു. നിങ്ങളുടെയൊക്കെ പ്രകടനങ്ങളൊക്കെ ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയവും അത് മാത്രമേ നിങ്ങളുടെ തലച്ചോറിനകത്തുള്ളൂ. പിന്നെ ചാനൽ ചർച്ച വന്നിരിക്കുമ്പോൾ നിങ്ങളൊക്കെ വളരെ നല്ല മതേതരവാദികളാണ്. കപട മതേതരത്വമല്ലേ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? കേരളത്തിലെ കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട ഷൈജു ആന്റണിയുടെ ഒക്കെ കപട മതേതരത്വത്തിൻ്റെ ആ പൊയ്മുഖം ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് നിങ്ങൾ വലിയ വർത്തമാനമൊന്നും ഞങ്ങളോട് പറയണ്ട, ഞങ്ങളെ പഠിപ്പിക്കുകയും വേണ്ട. കേട്ടല്ലോ, ഞങ്ങൾക്കറിയാം ആരെ സ്നേഹിക്കണം, എങ്ങനെ സ്നേഹിക്കണമെന്ന്. ഞങ്ങളിവിടെ എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരെയും കരുതും. ഞാൻ കോടഞ്ചേരിയിൽ ശനിയാഴ്ച നടത്തിയ കാത്തലിക് കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലെ പ്രസംഗ വിഷയവും കൂടെ ബന്ധപ്പെടുത്തിയായിരുന്നല്ലോ അജിംസ് ചോദ്യങ്ങൾ ചോദിച്ചത്. അവിടെ ഞാൻ എന്തോ പറഞ്ഞത്, ക്രൈസ്തവ സമൂഹം ലോകത്തിന് ചെയ്ത സംഭാവനകൾ, പ്രത്യേകിച്ച് ഭാരതത്തെ ഭാരതമാക്കി തീർക്കാൻ, ഒരു രാജ്യമാക്കി തീർക്കുവാനും ഈ ഭാരതത്തിലെ എല്ലാ നവോത്ഥാനങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള പുരോഗതിക്കും ക്രിസ്ത്യൻ പാതിരിമാര്, ക്രിസ്ത്യൻ മിഷണറിമാര് നടത്തിയ സംഭാവനകളെക്കുറിച്ചാണ്, അവർ ചെയ്ത ഉദ്യമങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അതിനെന്തിനാ നിങ്ങൾ ഇത്ര ചൊടിക്കുന്നത്? അത് സത്യമല്ലേ? ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഓടി ഒളിക്കുന്നവന്മാർക്കാണ് ഇത്തരം ചർച്ചകളിൽ വരുമ്പോൾ വികലമായ സങ്കല്പങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കേണ്ടി വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വിശാലമായ കാഴ്ചപ്പാടാണ്. ഇനിയും ഞാൻ പറഞ്ഞു വന്ന വസ്തുതകളെ വളച്ചൊടിക്കാനും അതിനെ തമസ്കരിക്കാനും പ്രിയപ്പെട്ട അജിംസ് വളരെയധികം ധൃതി കാണിച്ചു. സമയത്തിന്റെ പരിമിതി കൊണ്ടായിരിക്കാമെങ്കിലും നീതി ഇന്നലത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കേട്ടവർക്കൊക്കെ മനസ്സിലായി. പലരും എന്നെ വിളിക്കുകയും ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങളെ പങ്കുവെക്കുകയും ചെയ്തു. ഇന്നലെ എൻ്റെ
മുസ്ലിം സ്നേഹിതന്മാരുമായിട്ട് സന്ധ്യാസമയത്ത് ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കാൻ പോകുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, എനിക്കിന്ന് മീഡിയ വണ്ണിൽ ചർച്ചയുണ്ട്. അവരെന്നോട് പറഞ്ഞു, വെച്ചാൽ ഇന്ന വിഷയങ്ങളും കൂടെ ചേർക്കണമെന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ പറയാനായിട്ട് ആരംഭിച്ച സമയത്താണ് അജിംസ് ആ വിഷയത്തിൽ തന്നെ തട്ടിക്കൊണ്ടുപോയത്. ഏതായാലും അത് പറയാതെ പോകാൻ നിവൃത്തിയില്ല. ഞാൻ തുടങ്ങിയത് 1995 മുതൽ പ്രബോധനം മാസികയിൽ വന്ന പല കാര്യങ്ങളും ഞങ്ങളെ ആശങ്കാകുലരാക്കി, ഭയപ്പെടുത്തി, അതിൻ്റെ തുടർമാനമായിട്ടുള്ള കിരണങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതെന്നുള്ളതാണ്. അതെന്താണ്? നമുക്കറിയാവുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മാസികയാണ് പ്രബോധനം ഇപ്പോൾ കൊണ്ടത്. ആ പ്രബോധനം മാസികയിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും ക്രിസ്തീയ സത്യങ്ങൾക്ക് എതിരെ മാത്രമല്ല യേശു ക്രിസ്തുവിനെതിരെയും ഒക്കെ വളരെ മോശമായി, ക്രിസ്ത്യൻ സഭയ്ക്കൊക്കെ എതിരെ വളരെ മോശമായിട്ടുള്ള ആർട്ടിക്കിളുകൾ അതിൽ തുടർച്ചയായിട്ട് വന്നു. 1-2 മാസങ്ങളിലല്ല, പല മാസങ്ങളിൽ വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായത്. അവർ പറഞ്ഞു, ചർച്ചയ്ക്ക് തയ്യാറാണ്, നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് നടത്താമെന്നൊക്കെ. ഡിബേറ്റ് വേണ്ട, നമുക്ക് ഡയലോഗാകാം എന്ന് നമ്മൾ നിർദ്ദേശിക്കുകയും അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നെന്ന് പറയുന്ന ജനാബ്, അവരുടെ പ്രധാനിയായിരുന്ന വാഗ്മിയായിരുന്ന ആ ജനാബുമായിട്ട് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് ഒരു ഡയലോഗിന് കരാറൊക്കെ ഉറപ്പിച്ചതാണ്. സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുമായിട്ടുള്ള ആ ഡിബേറ്റിൽ അദ്ദേഹം വരാതിരുന്നതിനൊരു കാരണമുണ്ട്. ആ ഡിബേറ്റ് നടക്കുന്നതിന് 1 മാസം മുമ്പ് ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും ഞാനും ഒരു ബലിപെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങിൽ സംബന്ധിക്കാനിടയായി. അതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ആ സമ്മേളനത്തിൽ അദ്ദേഹം അവരുടെ വിശിഷ്ട അതിഥിയും ഞാൻ അവരുടെ മുഖ്യ അതിഥിയുമായിരുന്നു. അദ്ദേഹമാണ് ആദ്യം പ്രസംഗിച്ചത്. വസ്തുതാപരമല്ലാത്ത നിരവധി കാര്യങ്ങൾ അദ്ദേഹം നിരത്തിക്കൊണ്ട് പഴയ ചരിത്രങ്ങൾ വിവരിച്ചു. ആ സമയത്ത് പ്രാമാണിക ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടും തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും വളരെ കൃത്യമായിട്ട് അവ എല്ലാം തന്നെ റെഫ്യൂട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു എന്ന് കേൾവിക്കാർക്ക് പൂർണ്ണ ബോധ്യമായി. അത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചു, സംഘാടകരോട് കോപിച്ചു. എന്നോട് മിണ്ടാതെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോവുകയും പിന്നീട് സംഘാടകരോട് പറഞ്ഞു, ഇനിയും തൊട്ട് ഡയലോഗില്ല, ഡിബേറ്റ് ഇല്ല, ഇവരുമായി യാതൊരു ഡയലോഗുമില്ല. അതിന് ഞങ്ങളല്ല ഉത്തരവാദികൾ. എന്നാൽ ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാരും മറ്റ് പ്രിയപ്പെട്ടവരും വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കി. അവർക്കറിയാം ഈ മൗദൂദി സാഹിബിൻ്റെ ആശയങ്ങൾ ജമാഅത്തെ ഇസ്ലാമിലൂടെയും പിന്നെ വഹാബിസത്തിലൂടെയും നമ്മുടെ നാട്ടിൽ രൂഢമൂലമായിരിക്കുന്നതും അത് വളരെ അപകടമാണെന്നുള്ളതും അവർക്ക് അറിയാമായിരിക്കുന്നതുകൊണ്ടാണ് അതിനെ തള്ളിപ്പറയുന്നത്. ഞാൻ അവരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ആ വിധത്തിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ മൗദൂദിസം പല വേഷത്തിലും രൂപത്തിലും രാഷ്ട്രീയമായിട്ടും വിദ്യാഭ്യാസ രംഗങ്ങളിലായിരുന്നാലും മറ്റുള്ള മേഖലകളിലായാലും രൂഢമൂലമാക്കപ്പെട്ടിരിക്കുന്നു. അത് പറിച്ച് മാറ്റാത്തടത്തോളം കാലം ഇവിടെ ഭിന്നതകൾ വർദ്ധിച്ചു വരികയുള്ളൂ, ഇവിടെ ആശങ്കകൾ മനുഷ്യർക്കുണ്ടാകുകയുള്ളൂ, സാമാന്യ ജനതയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയുള്ളൂ. ആ ആശങ്കകളാണ് ഓരോരുത്തരും മറ്റുള്ളവരോട് സംസാരിക്കുകയും അങ്ങനെ മറ്റുള്ളവർ അന്യോന്യം സംസാരിക്കുന്നത് PC ജോർജ് സാറ് ശബ്ദമായി സംസാരിക്കുകയും ചെയ്തത്. അതിന് കോപിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് നിയമാനുസൃതമായി തന്നെ ഒരു എൻക്വയറിക്ക് വിടേണ്ടതാണ്. നമുക്കറിയാമല്ലോ, വിജയത്തിൻ്റെ വാളിൻ്റെ തണലിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നാണ് മൗദൂദി സാഹിബ് പിന്നീട് പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഭീഭത്സമായിട്ടുള്ളൊരു പുസ്തകം തന്നെയാണ്. അതിൻ്റെ ആയത്തുകളൊക്കെ ഖുറാനിൽ നിന്നാണെങ്കിൽ പോലും അതിൻ്റെ രചയിതാവ് വളരെ കൃത്യമായിട്ട് അമുസ്ലിങ്ങളോടുള്ള യുദ്ധത്തിനുള്ള ആഹ്വാനം കൊടുക്കുന്ന പുസ്തകമാണ്. അങ്ങനെ ആ പുസ്തകം ഇവിടെ ധാരാളം ചെറുപ്പക്കാർ വായിക്കാനും അത് വായിച്ച് മൗദൂദിസത്തിലേക്കും ക്രമേണ ഭീകരവാദത്തിലേക്കും പോയിട്ടുണ്ട്. അത് നിരോധിക്കണമെന്ന് ഇവിടുത്തെ നിയമപാലകർ തന്നെ പലപ്പോഴായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും സർക്കാർ ഇപ്പോൾ അതിനൊരു എൻക്വയറി കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. ഇതുവരെ നിരോധിച്ചായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്, ഇത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് പച്ചയ്ക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ തുറന്നു പറയുമ്പോൾ അവരൊക്കെ എങ്ങനെയാണ് വർഗീയവാദികളാകുന്നത്? നമുക്ക് നമ്മുടെ ശരീരത്തിലൊരു വൂണ്ടുണ്ടായാൽ, മുറിവുണ്ടായാൽ ആ വൂണ്ട് ശരിയായ വിധത്തിൽ കഴുകിക്കളയണം. അതിനകത്ത് ചലമുണ്ടെങ്കിൽ അത് ഞെക്കിക്കളഞ്ഞ് ഓപ്പറേഷൻ ആവശ്യമാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തെടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാകുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല.
എന്തെങ്കിലുമൊക്കെ നടിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കുറച്ച് ഈ കപട മതേതരവാദികൾ ചാനൽ ചർച്ചകളിലിരുന്ന് എല്ലാം തന്നെ പോളിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് തെറ്റാണ്. ദൂരവ്യാപകമായ ദുരന്തം നമ്മുടെ ദേശത്തുണ്ടാക്കും. അതുകൊണ്ട് ഇവിടുത്തെ ഭരണാധിപന്മാരോടും പ്രതിപക്ഷത്തോടും എനിക്ക് താഴ്മയോടെ ചോദിക്കാനുള്ള 2 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, ശ്രീ PC ജോർജ് ക്രൈസ്തവരുടെ നായകനായിട്ട് ഇവിടെ അദ്ദേഹമോ ഏതെങ്കിലും ക്രൈസ്തവ സഭയോ പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ക്രൈസ്തവ സഭയുടെ നായകനാണെന്ന്? ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ എൻ്റെ ചോദ്യം, എപ്പോഴാണ് നിങ്ങൾക്ക് PC ജോർജ് സമ്മതനല്ലാതായി തീർന്നത്? ഇരു കൂട്ടരും, പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷമാകട്ടെ, അദ്ദേഹത്തിന് വേണ്ടി ഒരിക്കലെങ്കിലും ഇൻകിലാബ് വിളിച്ചിട്ടില്ലേ? ഒരിക്കലെങ്കിലും ജയ് വിളിച്ചിട്ടില്ലേ? അദ്ദേഹത്തെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഞങ്ങളുടെ അഭിമാന താരമാണ് പ്രിയപ്പെട്ട PC ജോർജ് സാറെന്ന് നിങ്ങളിൽ പല നേതാക്കന്മാരും പറഞ്ഞിട്ടില്ലേ? ഭരണപക്ഷത്താകട്ടെ പ്രതിപക്ഷത്താകട്ടെ നിങ്ങൾ അദ്ദേഹത്തെ പലപ്പോഴും ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ലേ? ആരുടെ ചീഫ് വിപ്പായിരുന്നു അദ്ദേഹം? ഏത് പക്ഷത്തായിരുന്നു അന്ന് അദ്ദേഹം? ആരുടെ MLA ആയിരുന്നു? സ്വതന്ത്രനായ ഒരു പ്രാവശ്യമല്ലേ അദ്ദേഹം ജയിച്ചത്? സ്വതന്ത്രനായിട്ടിരിക്കുമ്പോഴും STPയുമായിട്ട് അദ്ദേഹത്തിന് അലയൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ STPയുടെ സപ്പോർട്ടോടുകൂടെ ആ ബാന്ധവത്തോടുകൂടിയാണ് അദ്ദേഹം ജയിച്ചു വന്നത്. അപ്പോൾ STPയുമായിട്ടും അതുപോലെ ഇടത് വലത് മുന്നണികളുമായിട്ട് യോജിച്ച് നിന്നാണ് അദ്ദേഹം MLA ആയതും അദ്ദേഹം ചീഫ് വിപ്പ് ആയതൊക്കെ. അങ്ങനെയുള്ള അദ്ദേഹത്തിന് BJPയുമായിട്ട് ഇപ്പോൾ കൂട്ടുകൂടുന്നതിൽ എന്താ നിയമ തടസ്സം? ഭരണഘടന അങ്ങനെ അനുശാസിക്കുന്നില്ലേ, പാടില്ല എന്ന് പറയുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് വളരെ നീചനായി മാറിയില്ലേ? ആയിക്കൊള്ളട്ടെ. പക്ഷേ കേരള ജനത ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്, ചിന്തിക്കുന്ന ആളുകളെല്ലാം വീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടിനോടെല്ലാം ഞാൻ യോജിക്കുന്നില്ല എന്ന് ആദ്യത്തിലേ തന്നെ പറഞ്ഞു. അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ നാവിനെ സൂക്ഷിക്കണമെന്നൊക്കെ, സ്നേഹബന്ധമുള്ളത് കൊണ്ട് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് അദ്ദേഹം എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുകൊണ്ട് നമുക്കൊന്നും അത് തിരുത്താനും കഴിയില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മുടെ രാജ്യത്തിൽ മൗദൂദിസം ഇപ്പോൾ ആലപ്പുഴയിൽ നമ്മൾ കണ്ടതുപോലെ, ഭീഭത്സമായ രൂപത്തിൽ കണ്ടതുപോലെ വളർന്ന് പന്തലിച്ചിരിക്കുന്നു. അത് ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. അത് പിഴുതെടുക്കാത്തടത്തോളം കാലം, അത് പിഴുത് അതിൻ്റെ നാടി നരമ്പുകളെ നമ്മൾ ഇല്ലായ്മ ചെയ്യാത്തടത്തോളം കാലം ആശയങ്ങൾ കൊണ്ട് ആശയത്തെ എതിർപ്പെടുന്നതിന് പകരം ആശയത്തെ ആയുധം കൊണ്ട് എതിർപ്പെടുമെന്നുള്ളത് മറന്നു പോകരുത്. അത് ദോഷമാണ്. അത് ആര് ചെയ്താലും ശരി, RSSന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ജമാഅത്തെ ഇസ്ലാമിയുടെയോ SDPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, അത് വളരെ ഹീനമാണ്. അത് സമ്മതിച്ചുകൂടാ. നമ്മുടെ ദേശം മതേതരത്വത്തിന് കീർത്തി കേട്ട ദേശമാണ്. നമ്മളെല്ലാം ഒരേ സഹോദരങ്ങളും ഒരേ കുടുംബത്തിൻ്റെ അംഗങ്ങളും എന്നുള്ള രീതിയിൽ ഇവിടെ ജീവിച്ചു വന്നവരാണ്. അതേ രീതിയിലേക്ക് നമ്മൾ മടങ്ങി വരണം. മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. എന്നാൽ ഇതിനെതിരായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സൗഹാർദ്ദത്തെ, നമ്മുടെ ഈ സ്നേഹത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടാണ്. അതുകൊണ്ട് ഈ കളിയൊന്നും ഷൈജു ആന്റണിയുടെയും അതുപോലെ അഡ്വക്കേറ്റ് സാബുവിൻ്റെ ഒന്നും അതുപോലെ മിലാത്തിയോസിൻ്റെ ഒന്നും കളികളൊന്നും ഇവിടെ വിലപ്പോകുകയില്ല. ഇവിടെ സാധാരണപ്പെട്ട ആളുകൾക്ക് ബോധമുണ്ട്. കാരണം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അവരെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ പാദ്രിമാരും ക്രിസ്ത്യൻ സിസ്റ്റേഴ്സും ഒക്കെ അവരെ പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത വിദ്യാഭ്യാസം മൂല്യബോധമുള്ള വിദ്യാഭ്യാസം കൊടുത്താണ് വളർത്തിയത്. അല്ലാതെ മറ്റുള്ളവരെ വെറുക്കാനും വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം അല്ല പഠിപ്പിച്ചിട്ടുള്ളത്, സ്നേഹിക്കാനാണ്. കാരണം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ സ്നേഹവാനായ കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കിയിട്ട് പറഞ്ഞിരിക്കുകയാണ്, സകല മനുഷ്യരെയും നിങ്ങൾ ദൈവമക്കളാക്കി തീർക്കണമെന്ന്. അപ്പോൾ ആ സകല മനുഷ്യരെയും സ്നേഹത്തിൽ കൂടെയാണ് ഞങ്ങൾ നേടിയെടുക്കാനായിട്ട് പോകുന്നത്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. അതിനാര് എതിർത്താലും ശരി, അതിനെ മറുതലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എതിർപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടുകൂടെ തന്നെ പുഞ്ചിരിയോടുകൂടി തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് ഞങ്ങൾ വിജയാളികളായിട്ട് നിൽക്കും എന്നുള്ള പ്രഖ്യാപനത്തോടെ, ഉറച്ച പ്രഖ്യാപനത്തോടെ പ്രിയപ്പെട്ട മിലാത്തിയോസ് ബിഷപ്പിനോടും പ്രിയപ്പെട്ട ഷൈജു ആന്റണിയോടും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സാബുവിനോടും അജിംസിനോടും മീഡിയ പ്രേക്ഷകരോടും ഒരിക്കലൂടെ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിച്ച് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.